എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധമധ്യായം 3 ശ്ലോകം 29, 30, 31, 32, 33 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അരേവത മഹാരാജാവ് സമുദ്രമധ്യത്തിലെ കുശസ്ഥലി എന്നുപേരായ നഗരി നിർമ്മിച്ച് അവിടെ ഇരുന്ന് രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായെന്നാണ് ഇതാ പിന്നെ ശ്ലോകത്തിൽ പറയുന്നത്. 2 ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് വായിക്കുന്നത്. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29, 30. തസ്യ പുത്രശതം ജജ്ഞേ കകുദ്മിജ്യേഷ്ഠമുത്തമം കകുദ്മീരേവതിം കന്യാം സ്വാമാദായ വിഭും ഗതാ കന്യാവരം പരിപ്രഷ്ടും ബ്രഹ്മലോകമപാവൃതം ആവർത്തമാനേ ഗാന്ധർവേ സ്ഥിതോലബ്ധക്ഷണക്ഷണം. തസ്യ അദ്ദേഹത്തിന് കകുദ്മി ജ്യേഷ്ഠം, കകുദ്മിയാകുന്ന ജ്യേഷ്ഠനോടുകൂടിയ ഉത്തമം ശ്രേഷ്ഠമായ പുത്രശതം, പുത്രന്മാരുടെ ശതം ജജ്ഞെ ജനിച്ചു. കകുദ്മി സ്വാം രേവതിയും കന്യാം, രേവതി എന്നു പേരായ തന്റെ പുത്രിയെ ആദായ കൂട്ടിക്കൊണ്ട് കന്യാവരം കന്യകയുടെ ഭർത്താവിനെ പരിപ്രഷ്ടും ചോദിക്കാനായിക്കൊണ്ട് അപാവൃതം തടസ്സമില്ലാത്ത ബ്രഹ്മലോകം, ബ്രഹ്മലോകത്തെ വിഭും ബ്രഹ്മാവിനെ ഗത പ്രാപിച്ചു. ഗാന്ധർവേ ആവർത്തമാനെ, സംഗീതം നടന്നുകൊണ്ടിരുന്നപ്പോൾ അലബ്ധക്ഷണ അവസരം ലഭിക്കാത്തവനായിട്ട് ക്ഷണം സ്ഥിത അല്പസമയം സ്ഥിതി ചെയ്തു. അപ്പൊ രേവത മഹാരാജാവിന് 100 പുത്രന്മാര് ജനിച്ചു. അവരില് ജ്യേഷ്ഠപുത്രനാണ്, ഏറ്റവും മൂത്ത പുത്രനാണ് കകുദ്മി. അദ്ദേഹത്തിന് ഒരു മകള് രേവതി. ആ രേവതി എന്ന കന്യകയോട് കൂടിയിട്ട് സർവജ്ഞനായ ബ്രഹ്മദേവന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. ബ്രഹ്മലോകത്തേക്ക് പോയി പുത്രിക്ക് നല്ല വരനെ ആരാണ് കിട്ടാന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഈ കന്യകയ്ക്ക് സമുചിതനായ വരൻ ആരാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴോ അദ്ദേഹത്തിന്റെ ഗതിക്ക് തടസ്സം ഒന്നും ഉണ്ടായില്ല. പക്ഷേ ബ്രഹ്മസദസ്സില് സംഗീത കലാ വിനോദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ബ്രഹ്മാവിന് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോ തന്റെ ആഗ്രഹം ബ്രഹ്മാവിനോട് ചോദിച്ചറിയാൻ അവസരം ലഭിക്കാതെ കുറച്ചു നേരം താമസിച്ചു. അതുകൊണ്ട് അതാണ് 27 ചതുർയുഗകാലം ആ സമയത്ത് കഴിഞ്ഞു എന്നാ പറയുന്നത്. വ്യത്യാസം ഉണ്ടല്ലോ ഈ ബ്രഹ്മലോകം ഭൂലോകമായിട്ട്. അങ്ങനെ തദന്താദ്യമാനമ്യ സ്വാഭിപ്രായം ന്യവേദയൽ തശ്രുത്വാ ഭഗവാൻ ബ്രഹ്മ പ്രഹസ്യ തം ഉവാചഃ. തദന്തേ, അങ്ങനെ കച്ചേരിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാനത്തിൽ ആദ്യം തദന്തേ, അതിന്റെ അവസാനത്തിൽ, കച്ചേരിയുടെ അവസാനത്തിൽ നൃത്തം. ആദ്യം ആദിഭൂതനെ ആനമ്യ നമസ്കരിച്ചിട്ട് സ്വാഭിപ്രായം തന്റെ ആവശ്യത്തെ നിവേദയത് അറിയിച്ചു. തത് ശ്രുത്വ അത് കേട്ടിട്ട് ഭഗവാൻ ബ്രഹ്മ, ജ്ഞാനമൂർത്തിയായ ബ്രഹ്മാവ് രഹസ്യ പുഞ്ചിരി ചെയ്തിട്ട് തം അദ്ദേഹത്തിനോട് ഉവാച പറഞ്ഞു. ആശ്ചര്യം, കച്ചേരിയൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ബ്രഹ്മാവിനെ അദ്ദേഹം നമസ്കരിച്ചു. ബ്രഹ്മാവ് നോക്കി ചോദിച്ചു എന്താണ്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ മകൾക്ക് നല്ലൊരു വരനെ അന്വേഷിച്ചിട്ടാണ്, അങ്ങ് പറഞ്ഞു തരണം ആരാണ് നല്ല വരൻ. ബ്രഹ്മാവ് അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഹോ രാജൻ നിരുദ്ധാസ്തേ കാലേന ഹൃദയേ കൃതാഹ തൽപുത്രപൗത്രനപ്തॄണാം ഗോത്രാണി ച ന ശൃണ്മഹേ. രാജൻ, ഹേ രാജാവേ, അഹോ കഷ്ടം, അയ്യോ കഷ്ടായില്ലോ. ഹൃദയത്തിൽ ഏ കൃത ആരെയെല്ലാം കരുതിയിട്ടുണ്ടോ തൽപുത്രപൗത്രനപ്തॄണാം
അവരുടെയും അവരുടെ പുത്രാദികളുടെയും ഗോത്രാണീച്ച ഗോത്രങ്ങൾ കൂടി ന ശൃണ്മഹേ ഞങ്ങൾ കേൾക്കുന്നില്ല. കാലേന കാലത്താൽ നിരുദ്ധാഹ നിരോധിക്കപ്പെട്ടവരായി. ഹേ മഹാരാജാവേ, ബ്രഹ്മാവ് ചിരിച്ചോണ്ട് പറയണ, അങ്ങയുടെ ഹൃദയത്തില് ആരെയെല്ലാണ് അങ്ങ് വിചാരിച്ചത് മകളുടെ വരനായിട്ട്? അവരെല്ലാവരും ഇപ്പൊ കാലവശംഗതന്മാരെ, അവരെല്ലാരും ഈ ഭൂമിയിലില്ല, അവരെല്ലാരും മരിച്ചുപോയി. അവരുടെ പുത്രന്മാര് പൗത്രന്മാര് ബാക്കിയുള്ള നപ്താക്കള് ഇവരും അവരുടെ വംശങ്ങൾ കൂടിയും ഇപ്പോൾ കേൾപ്പില്ല, ഗോത്രങ്ങളും കൂടി ഇല്ല. ഇനിയിപ്പോ അവരുടെ പുത്രന്മാര് പൗത്രന്മാര് ഗോത്രം കൂടി നശിച്ചു കഴിഞ്ഞു എന്ന് ബ്രഹ്മാവ് മറുപടി പറഞ്ഞു. കാലോഭിയാതസ്തൃണവ ചതുർയുഗ വികൽപ്പിത തദ്ഗച്ഛ ദേവദേവാംശോ ബലദേവോ മഹാബല കന്യാരത്നമിദം രാജൻ നരരത്നായ ദേഹി ഭോः. തൃണവ 27 ചതുർയുഗ വികൽപ്പിത, 4 യുഗം എന്ന് പറയപ്പെടുന്ന കാലാകാലം അഭിയാത കഴിഞ്ഞു. തത് ഗച്ഛ അതിനാൽ ഗമിച്ചുകൊള്ളുക. ദേവദേവാംശ ദേവദേവന്റെ അംശവും മഹാബലമുള്ളവനുമായ ബലദേവ ബലദേവൻ രാജൻ ഹേ രാജാവേ, ഇതം കന്യാരത്നം ഈ കന്യാരത്നത്തെ നരരത്നായ നരരത്നത്തിനായിക്കൊണ്ട് ദേഹി നൽകിയാലും. പിന്നെയും ബ്രഹ്മാവ് പറഞ്ഞു, ഹേ മഹാരാജാവേ, 27 ചതുർയുഗ കാലം ഇപ്പൊ കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് ഭൂലോകത്തിലേക്ക് പൊയ്ക്കൊള്ളൂ, തിരിച്ചു പോയിക്കോളൂ. അവിടെ ദേവദേവനായ വിഷ്ണുവിന്റെ അംശം ബലദേവൻ എന്ന നാമധേയത്തോടുകൂടി അവതരിച്ചിട്ടുണ്ട്. അദ്ദേഹം മഹാബലവാനാകുന്നു. ബലഭദ്രസ്വാമിക്ക് അങ്ങയുടെ ആ ഉത്തമ കന്യകയെ ആ പുരുഷശ്രേഷ്ഠന് നൽകിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രേവത മഹാരാജാവ് തിരിച്ചു പോവുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ